ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ ഈ വരുന്ന അടുത്ത ഒരു ശനിയാഴ്ച വരെയുള്ള നിങ്ങളുടെ ഒരു ഗൈഡൻസ് മെസ്സേജാണ്. അതായത് ഈ ആഴ്ച നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ എല്ലാ വീഡിയോസിലും വരാറില്ലല്ലോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ ഡിസംബർ മുതലാണ് ഈ പേഴ്സണൽ റീഡിങ് എടുത്ത് തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ ഒരു തിരക്കെല്ലാം കാരണം കാണുന്നവർ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില വീഡിയോസിലൊക്കെ ചേർക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാനത് മറന്നു പോകുന്നുള്ളതാണ്. കാരണം അങ്ങനെ ഞാൻ ചെയ്യാറില്ലല്ലോ, ചില വീഡിയോസിലൊക്കെ ഇടാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഓർത്ത് ഞാൻ വെക്കാറില്ല ഇങ്ങനെ നമ്പർ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസും കാണില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ ഗൈഡൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ഈ ഒരാഴ്ചയിലെ പൊതുഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും അവരുടെ ലൈഫിൽ കുറച്ച് നാളുകളായിട്ട് ഡിലേ ആയി കിടന്നിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്തിട്ട് ആ ഒരു പൈസ നിങ്ങൾ തിരിച്ച് ചോദിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് കിട്ടിയിട്ട് കാണില്ല. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അത് സാങ്ഷൻ ആവാനായിട്ട് ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും എന്നും പറഞ്ഞ് ഡിലേ ആയിട്ട് പോയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വസ്തു കച്ചവടം ആവാം. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ അവസാനം വരെ എത്തി, 99% എത്തി, പക്ഷേ അത് 100 ആവാനായിട്ട് ഒരു തടസ്സം അനുഭവപ്പെട്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പീഡി ആക്ഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇത്രയും നാളും അത് ചിലപ്പോൾ കാത്തിരുന്നിരുന്ന് നിങ്ങളുടെ ക്ഷമ നശിച്ചിട്ടുണ്ടാവാം. ഇനി ചിലപ്പോൾ നടക്കില്ല, ഇനിയും വൈകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് തന്നെ ഈ ഒരാഴ്ചയിൽ തന്നെ അത് നടന്നു കിട്ടാനുള്ളൊരു സാധ്യത വളരെയധികം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ഉയർന്ന വ്യക്തികളുമായിട്ട് ഒന്ന് പരിചയപ്പെടാനുള്ളൊരവസരം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തികളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും അവരുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കുറ്റാരോപിതനോ അല്ലെങ്കിൽ കുറ്റാരോപിതയോ ഒക്കെ ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതായത് നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു പങ്കാളിത്തം ഉണ്ടാവില്ല, പക്ഷേ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അത് നിങ്ങളുടെ തലയിലേക്ക് വരും. ആ ഒരു രീതിയിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമൂലം ചിലപ്പോൾ അപമാനമോ അല്ലെങ്കിൽ ഒരു ദുഷ്പേരോ ഒക്കെ കേൾക്കാനോ അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാവാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു മാർഗനിർദ്ദേശമോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തർക്കങ്ങൾക്ക് മധ്യസ്ഥമായിട്ട് നിൽക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വളരെയധികം നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങൾ സ്വപ്നത്തിൽ പോലും മനസ്സിൽ കരുതാത്ത ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരോടും ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള സംസാരം ഒക്കെ ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും കേൾക്കുന്നവർക്ക് അത് അവർക്ക് മോശമായിട്ടുള്ള രീതിയിൽ തോന്നിയേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെയധികം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതിപ്പോൾ നിങ്ങളുടെ കർമ്മസ്ഥാനത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായാലും ഏതൊരു മേഖലയിലാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഭാരം ചുമക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തത്രയും ഭാരം നിങ്ങൾ ചുമക്കുന്നു, അല്ലെങ്കിൽ അത്ര റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ മനസ്സിനും ശരീരത്തിനും ഇതുപോലെ എന്തെങ്കിലും ഒരു തളർച്ച അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഭാരം നിങ്ങൾ കൊണ്ട് നടക്കുന്നു, ഒരു സഹിക്കാവുന്നതിലപ്പുറമുള്ള ഒരു ബർഡൻ നിങ്ങളുടെ തലയിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയാവാം, അങ്ങനെ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അവിചാരിതമായിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പോലും ഓർക്കാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യാം. മറ്റൊരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ
ഈ ഒരാഴ്ചയിൽ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനസിക പിരിമുറുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. അതായത് പല സമയങ്ങളിലും നിങ്ങൾക്ക് അനാവശ്യമായ തോന്നലുകൾ, അല്ലെങ്കിൽ ഒരു തരം ആദി, അല്ലെങ്കിൽ ഒരു ക്ഷീണം, തളർച്ച ഒക്കെ അതിനെ തുടർന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു തരം തോന്നലുകൾ നിങ്ങൾക്കുള്ളതായിട്ട് കാണാം. കൂടുതലായിട്ടും അമിതമായിട്ടുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ നിങ്ങൾക്ക് ഉണ്ടാവാനും അതുവഴി ആരോഗ്യം മോശമാവാനുമായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് ആ ഒരു ശ്രദ്ധ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് ഒരു ദീർഘദൂര യാത്ര നടത്തേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് പോലും കാണില്ല, പക്ഷേ എങ്കിലും അവിചാരിതമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരു അവസരം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ദമ്പതികളുടെ, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പൂർവാധികം ശക്തിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പിണക്കമോ ഒരു സ്വരച്ചേർച്ചക്കുറവോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വളരെയധികം ഒരു സ്നേഹം, രണ്ടുപേരും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു അനുകൂലമായ ഒരു നേട്ടം ഉണ്ടാവുന്നു. നിങ്ങളുടെ പാർട്ട്ണർ മുഖാന്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ നിമിത്തം വേദന അനുഭവിക്കാൻ, അല്ലെങ്കിൽ മക്കൾ മുഖാന്തരം കുറച്ച് തലവേദന ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ പിരിഞ്ഞ് നിൽക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. കുട്ടികൾ മൂലം നിങ്ങൾക്കൊരു മനപ്രയാസം അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്നതിനായിട്ട് നന്നായി പ്രാർത്ഥന നടത്തുക. കുട്ടികൾക്കായിട്ട് വളരെയധികം കാര്യമായിട്ട് പ്രാർത്ഥിക്കുക, അവരെ വളരെയധികം കരുതലോടുകൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഉദ്യോഗത്തിൻ്റെ ഭാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെൻഷൻസോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് അത്രയധികം ശ്രദ്ധ നിങ്ങൾ കൊടുക്കാത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഫുൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്കായിട്ട് മാറിപ്പോവാനും അതുകൊണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയം നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റിവെക്കുക. കാരണം ഇവിടെ ഭൂരിഭാഗം പേരും മറ്റേതെങ്കിലും ഒരു ടെൻഷൻസിന് ഒക്കെ അടിമപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്ന കുടുംബം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഒരു നിശ്ചിതമായിട്ടുള്ള സമയം അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി നിങ്ങളുടെ സാമ്പത്തിക രംഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു ബാലൻസ് കൈവരുന്നുണ്ട്. അതായത് ഇത്രയും നാൾ വരവും ചെലവും തുല്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഒരു ഉയർച്ച, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി കൂടി ഉയർച്ച, അല്ലെങ്കിൽ ഒരു മനസ്സന്തോഷം, അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാനുള്ള ഒരവസരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലായാലും അതുപോലെ തന്നെ കർമ്മരംഗത്തായാലും ഒരു ഉണർവ് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു വഴികളിലൂടെ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്ഥിരപ്പെടാതെ ഒരു ടെമ്പററി വേക്കൻസിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരാനായിട്ട്, പെർമനൻ്റ് ആവാനുള്ള സാധ്യതകൾ, അതുപോലെ മറ്റുള്ളവരുടെ ഒരു പ്രീതി സമ്പാദിക്കാൻ, അല്ലെങ്കിൽ നല്ലപോലെ ഒരു ഹാർഡ് വർക്കറാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഏത് മേഖലയും ആവാം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഫാമിലി മാറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗമാവാം. അങ്ങനെ ഏതിലായാലും ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ തന്നെ അതൊന്ന് ജഡ്ജ് ചെയ്ത് ഏത് തീരുമാനിക്കണം, ഏത് വഴിയിലേക്ക് പോകണം എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടതാവുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കുറിച്ചും മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ പറയാനുള്ളത്. അതായത് ഏത് കാര്യത്തിനാണോ നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുന്നത് അത് നിങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് മനസ്സിലാക്കി ഫ്യൂച്ചർ കൂടി മുൻപിൽ കണ്ടതിന് ശേഷം മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കുക. ഇനി ആരോഗ്യ സംബന്ധമായുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ഒരു മോശം അവസ്ഥ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗം നിങ്ങളെ വലച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് പീരീഡാണ്. അതിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാലഞ്ചസിൽ നിന്ന് നിങ്ങളൊന്ന് കരകയറി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആരോഗ്യരംഗത്തായാലും മാനസികമായിട്ടായാലും ഒക്കെ ഒന്ന് നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ട് കൊണ്ട് നടക്കുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ ചില വ്യക്തികളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദുസ്വഭാവങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് ആവാം. ഇങ്ങനെ ഏത് രീതിയിലായാലും നിങ്ങളത് വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫിസിക്കലിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ ഏതോ വ്യക്തികളുടെ ഒരു സാമീപ്യം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ബർഡനായി മാറിയേക്കുന്ന ആ ഒരു ശീലം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദുസ്വഭാവം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കി പോരണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇനിയും അങ്ങോട്ട് മുൻപോട്ടുള്ള ഒരു ലൈഫിന് ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ ഒഴിവാക്കേണ്ടുന്ന ഈ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ട് അത് ഒഴിവാക്കി പോവുക. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിലേക്ക് ഒന്ന് പുറകിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് പഠിക്കാനുള്ളൊരു ഉത്സാഹക്കുറവ്, അല്ലെങ്കിൽ വലിയൊരു ശുഷ്കാന്തി ഇല്ലായ്മ, ഒരു അലസത ഒക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ട് പഠനത്തിലുള്ള ശ്രദ്ധ കുറയുക, വേറെ പല കാര്യങ്ങളായിരിക്കാം ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു അലസത, മടി ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ മാക്സിമം പഠിക്കുന്ന കാര്യങ്ങളിലേക്കായാലും അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രണയബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രണയബന്ധമല്ല, ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിൽ തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയുടെ മൊത്തത്തിലുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിഭാഗവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ മെൻ്റലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒഴിവാക്കി, നിങ്ങളുടെ കർമ്മ മേഖല, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കുടുംബജീവിതമായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം, അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നമ്മുടെ കർമ്മം എന്താണോ അത് വൃത്തിയായി ചെയ്തു പോരുക. അനാവശ്യമായ ചിന്തകളും അങ്ങനെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വേദനകൾ അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ സ്ട്രഗിളൊക്കെ മാറ്റുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു കാലചക്രം വരും. ഇപ്പോൾ നിങ്ങളൊരു ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് വരും. ആ ഒരു തത്വം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടാലും, പ്രത്യേകിച്ച് മറ്റുള്ളവർക്കൊരു ഉപദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക മേഖലയിലോ കർമ്മ മേഖലയിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒരു അവയർനെസ് ഉണ്ടായ ശേഷം മാത്രം ഇതിലൊക്കെ ചെന്ന് ഇടപെടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസിഷൻസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ചയിലേക്കുള്ള ഗൈഡൻസ് മെസ്സേജ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.